ഇപ്പം സമയം രാവിലെ ഒരു 6:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇന്ന് ക്രിസ്മസ് കൂടിയാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ശരവണ ഭവനിൽ നിന്നാണ് കേട്ടോ ദോശ കഴിച്ചത്. എല്ലാവരും ദോശ തന്നെ വാങ്ങിച്ചു. മലയാളികൾക്കിടയിൽ ദോശ ഒരു താരം തന്നെയാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഈ ക്രിസ്മസ് ഡേയുടെ അന്ന് നമ്മൾ നമ്മുടെ ഗീവ് അവേയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ വിന്നറിനെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ വഴി എപ്പോൾ പോയാലും ഞാൻ ഈ ടണലിൻ്റെ ഒരു വീഡിയോ എങ്കിലും എടുക്കാതിരിക്കാറില്ല. പക്ഷേ ഞാൻ ഇതുവരെ അത് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് അത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സംഭവം ഏതായാലും കൊള്ളാം. ഇന്നിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കാം അധികം റോഡിൽ തിരക്കൊന്നുമില്ല, കുറച്ച് ശാന്തതയാണ്. അതുകൊണ്ട് തന്നെ ഒരു പീസ്ഫുൾ റൈഡാണ് കേട്ടോ. അതേപോലെ ഈ പ്രാവശ്യത്തെ ഗീവ് അവേ വിന്നർ ആയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ. ഇനിയും നമുക്ക് എല്ലാ മാസവും ഗീവ് അവേ ഉണ്ട്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേനും ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് കുഞ്ഞൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ എണീറ്റുകൊണ്ട് ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾ ഉറങ്ങി. അങ്ങനെ വണ്ടി ഒന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ചായ കുടിക്കാൻ ഇറങ്ങി. കുഞ്ഞു കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇതെന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. സ്കിന്നൊക്കെ ഒന്നങ്ങ് ഡ്രൈ ആയി. തണുപ്പിൻ്റെയാണ്, നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ സ്കിന്നൊക്കെ നമ്മളിപ്പോൾ കൊല്ലങ്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ ഭംഗിയില്ലേ. അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമ. നമ്മളിപ്പോൾ ഈ സിറ്റിയിലൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഈ പാടം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു രസം. അവിടെ ഇറങ്ങി കുറേ പേരൊക്കെ റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും കുറച്ച് നേരം വണ്ടി നിർത്തി അതൊക്കെ നോക്കി നിന്ന് കുഞ്ഞ് കുറച്ച് നേരം പാടത്തൊക്കെ ഓടി നടന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. അവിടെ നേരെ നമ്മൾ പോയത് സീതാർകുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് കേട്ടോ. പുറത്ത് നല്ല വെയിലാണ്. ഞാൻ കുടയൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും മാവുകളാണ്. അപ്പം ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഈ മാവിലെല്ലാം അവരിങ്ങനെ മരുന്നടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സീസൺ ടൈം എന്ന് പറഞ്ഞാൽ മാർച്ച് ആ ഒരു ടൈമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ക്ലീനാണ് കേട്ടോ. വേറെ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ഇട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ പോവുകയാണെങ്കിലും ആരും ഇടരുത്. അവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ വെള്ളച്ചാട്ടം. ദൂരത്തിന്, അതായത് നമ്മൾ ഈ സീതാർകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് റോഡിൽ നിന്നിട്ട് തന്നെ കാണാൻ പറ്റും. മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. വെള്ളമൊക്കെ നല്ല ക്ലീനാണ്, ഭയങ്കര തണുപ്പാണ്. ഈ വെള്ളത്തിൽ കുറച്ച് നേരം ഇറങ്ങി നിന്ന് കഴിയുമ്പോൾ തന്നെ കുറേ മീനുണ്ട് കേട്ടോ. മീനെല്ലാം കൂടി നമ്മുടെ കാലിൽ വന്നിങ്ങനെ, നമ്മൾ സ്പായിലൊക്കെ പോയില്ലേ, അതേപോലെ കാലിൽ വന്ന് കൊത്താൻ തുടങ്ങും. കുറച്ച് നേരം ഞാനും കുഞ്ഞുമൊക്കെ വെള്ളത്തിൽ ഇറങ്ങി നിന്നു കേട്ടോ. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് അധികം നേരം നിന്നില്ല, ഞങ്ങൾ പയ്യെ കയറി. ഇങ്ങോട്ടൊരു എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആ ഒരു സീസൺ ടൈമിലൊക്കെ വരുമ്പോഴത്തേനും നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഇപ്പോൾ എന്തായാലും വെള്ളമൊന്നും അങ്ങനെയില്ല. ഞങ്ങളവിടെ നിന്ന സമയത്ത് തന്നെ കുറേ പേരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരക്കില്ലാത്തൊരു സൈഡിലേക്ക് മാറി നിന്നതാണ്. നിറയെ പാറയാണ് കേട്ടോ. അവിടെ നിന്ന് വർത്തമാനം പറയുന്ന ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ്റെ കാലിൽ നിറയെ മീൻ കൊത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ചേട്ടൻ അവിടെ അനങ്ങാതെ നിൽക്കുകയാണ്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴും കാലിൽ വന്ന് കൊത്തി. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കയറി. കുഞ്ഞുവാണെങ്കിൽ കയറി ഇറങ്ങി അടക്കാം കേട്ടോ. തണുപ്പ് കാരണം ഇടയ്ക്ക് കയറി നിൽക്കും. പിന്നെ വെള്ളത്തിൽ കളിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ആൾ പിന്നെ ഇറങ്ങും. തിരക്ക് കൂടി വന്നപ്പോൾ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി കേട്ടോ. കണ്ടോ, ഇതേപോലെ അവിടെ നിറയെ മാവുകളാണ്. ഈ ഒരു ഏരിയ മാത്രമല്ല, നമ്മൾ കുറച്ചൊന്ന് പാടമൊക്കെ കഴിഞ്ഞൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ളിങ്ങനെ മാവിൻ്റെ മരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കരിമ്പിൻ്റെ ജ്യൂസും പിന്നെ കുഞ്ഞൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടോ. കരിമ്പിൻ്റെ ജ്യൂസ് നല്ല ഫ്രഷാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഈ ആനമലൈ ടൈഗർ റിസർവിലേക്കാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം അതിൻ്റെ അകത്തോട്ടൊക്കെ പോയി കുറച്ച് മാനിനെയും മയിലിനെയും ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഫുഡ് കഴിച്ചതും അതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് ഷോക്കായിട്ട് ഫീൽ ചെയ്തെങ്കിലും നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങോട്ട് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചു നോക്കണം കേട്ടോ. മീനൊക്കെ നല്ല ഫ്രഷായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഈ വഴി, നമ്മൾ പോയ വഴി തന്നെ തിരിച്ചു വരികയാണ്.
അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടി ഒന്ന് പാടത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നേരെ പാടത്തേക്കൊക്കെ ഇറങ്ങി. ഞാനും കുറച്ച് നേരം അവിടേക്ക് നടന്നു. രാവിലെ പോയപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, നല്ല വെയിലുണ്ടായിരുന്നേ. അപ്പോൾ അത് കാരണമുണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഇപ്പോൾ അത്യാവശ്യം വെയിലൊന്നുമില്ല, നല്ല സൺസെറ്റിൻ്റെ ഒരു ടൈമാണ്. അപ്പോൾ അങ്ങനെ ഞാനും കുറച്ച് നേരം അവിടേക്ക് ഇറങ്ങി. ഞങ്ങൾ കുറച്ച് നേരം അതിൽ കൂടെയൊക്കെ നടന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.